ഇത്തവണ കരട് വോട്ടർ പട്ടികയായി വന്നിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയാണ്. അപ്പൊ കരട് വോട്ടർ പട്ടികയായി വന്നിട്ടുള്ള കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയ്ക്ക് ശേഷം കൂട്ടിച്ചേർത്ത വോട്ടുകൾ ഫൈനൽ വോട്ടർ പട്ടികയായി വന്നു. അത് ഈ 22-നാണ് പ്രസിദ്ധീകരിച്ചത്. 25-നാണ് നോമിനേഷൻ. നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. ഏകദേശം 2 ദിവസം ആക്ഷേപം കൊടുക്കാനുള്ള വളരെ ചുരുങ്ങിയ സമയമാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേണ്ടത്ര പരിശോധിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതാണ് ഇപ്പോൾ ഇവിടെ BLOമാരെ ഉപയോഗിച്ച് വ്യാപകമായി വ്യാജ വോട്ടർമാരെ ചേർക്കുന്നതിന് വേണ്ടി കോൺഗ്രസും BJPയും ശ്രമിച്ചിട്ടുള്ളത്. അപ്പോ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രഘുനാഥ് കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥിര താമസക്കാരാണ്. പാലക്കാടും പോകുന്നു. RSSന്റെ വടക്കങ്കരയിലുള്ള കാര്യാലയത്തിൽ സമുന്നയ എന്നാണ് ആ കാര്യാലയത്തിന്റെ പേര്. 26 വോട്ടറാണ് ആ കാര്യാലയത്തിന് മാത്രം. ഈ ജില്ലയിലുള്ളവരെയല്ല, വിവിധ ജില്ലകളിൽ വന്ന് ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. അപ്പൊ വ്യാപകമാണ് BJPയുടെയും കോൺഗ്രസിന്റെയും വ്യാജ വോട്ടുകൾ ചേർത്തിയിട്ടുള്ളത്. വ്യാജ വോട്ടുകൾക്ക് പിന്നിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വമാണ്. കോൺഗ്രസിന്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഈ ബൈ ഇലക്ഷനിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് VD സതീശനും അതുപോലെ തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയും ഷാഫി പറമ്പിലും ഈ മൂവർ സംഘമാണ് വ്യാജ വോട്ട് ചേർത്താൽ ഗൂഢാലോചന നടത്തിയത്. BJPക്കാണെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള വ്യാപകമായ വ്യാജ വോട്ട് ചേർത്തിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ഇത്തരത്തിലുള്ള വോട്ട് ചേർത്തിക്കൊണ്ടാണ് BJP അവിടെ ജയിക്കാനിടയായത്. അതേ മാതൃകയിലാണ് കോൺഗ്രസും BJPയും ഈ ബൈ ഇലക്ഷനിൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. ഈ മൂവർ സംഘം ഏത് കാര്യം ചെയ്യുമെന്നുള്ളത് നമുക്കെല്ലാം മുൻ അനുഭവങ്ങളുണ്ട്. അതിലൊന്നാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ, പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിൽ വ്യാജ ID കാർഡുകൾ വ്യാപകമായി നിർമ്മിച്ചത്. അപ്പൊ ഇവിടെ ഇനി ഈ വ്യാജ ID കാർഡ് നിർമ്മിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഫെന്നി നൈനാനും സംഘവും ഇവിടെ UDFന്റെ ക്യാമ്പ് ഹൌസിൽ UDFന്റെ സ്ഥാനാർത്ഥിയുടെ കൂടെ തന്നെ അവർ സഞ്ചരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും വ്യാജ ID കാർഡുകളും ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ പരിശോധന ഇതിന്റെ ഭാഗമായി ഉണ്ടാവണം. വ്യാജ ID കാർഡ് നിർമ്മാണ കേസിലെ പ്രതികളെല്ലാം ഈ പാലക്കാട് മണ്ഡലത്തിൽ വന്ന് തമ്പടിക്കുന്നത് തന്നെ എന്തോ ഒരു ഗൂഢ ലക്ഷ്യം അവർ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ പാലക്കാട് ഇത്തരം തെരഞ്ഞെടുപ്പ് രംഗത്തൊന്നും പരിചയമില്ലാത്ത ഒരു രീതിയാണ്. അധാർമിക രീതികൾക്ക് UDF സ്ഥാനാർത്ഥിയും സംഘവും നേതൃത്വം നൽകുന്നു. ഒരു ഭാഗത്ത് UDFും മറുഭാഗത്ത് BJPയും പാലക്കാടിന് പരിചയമില്ലാത്ത ഈ അധാർമിക രീതികൾക്ക് നേതൃത്വം നൽകുകയാണ്.